രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ടിഫിന് കൊടുത്തു വിടാനും പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം തിളച്ചപ്പം അതിലേക്ക് പാസ്തയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അവിടെ ചായക്ക് തേയില വെള്ളം തിളയ്ക്കുന്നുണ്ട്. പാസ്ത വെന്തതിന് ശേഷം ഞാൻ വെള്ളം വാലാൻ വെച്ചിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് കളയും. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു സവാളയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇന്ന് പച്ചക്കറികളൊന്നും അധികം ഇല്ലായിരുന്നു, ഇത് മാത്രമുള്ളായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് വേറൊരു സാധനം ഇന്ന് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇത് ചേർത്തുണ്ടാക്കിയിട്ടില്ലേ. അപ്പം സവാളയ്ക്ക് ഒന്ന് വാടി വന്നണേ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ഇതെല്ലാം ഇച്ചിരിച്ചേ ചേർത്തുള്ളേ. അപ്പം മസാലകളുടെയൊക്കെ പച്ചമണം പോയണ ഞാൻ അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം മുട്ടയുടെ കണക്കൊക്കെ നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും ചേർക്കാം. അപ്പോൾ അത്രയും ടേസ്റ്റും ആയിരിക്കും, നല്ല ഹെൽത്തിയും ആയിരിക്കുമേ. അപ്പോൾ ഞാൻ മുട്ടയൊന്ന് ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണോ ടേസ്റ്റിനനുസരിച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർക്കാമേ. ഇവിടെ ഇപ്പം നമ്മുടെ ചായയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ആ തവിയും കൊണ്ട് അതൊന്ന് ഇങ്ങനെ കോരി ഒഴിച്ചൊഴിച്ച് ഇച്ചിരി കൂടെ അതിൻ്റെ ഫ്ലേവറൊക്കെ, ഇഞ്ചിയൊക്കെ ഇട്ടായിരുന്നല്ലോ, അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പം മയോണൈസ് ചേർത്തിട്ടുണ്ട്. ആ മയോണൈസ് ബർഗർ മയോണൈസാണ് ചേർത്തത്, അതുകൊണ്ട് ആ കളറിലിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാസ്തയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചായയും കൂടെ കുടിക്കാനായിട്ട് എടുക്കട്ടെ. അപ്പോൾ പോളിൽ നിന്ന് കോളേജിൽ ഫ്രഷേഴ്സ് പാർട്ടി ഡേ അതിന് ഒരുങ്ങിയിരിക്കും ആൾ പോകാനായിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന നല്ല പുതിയൊരു 3 ഫോൾഡിൻ്റെ കുട ഉണ്ടായിരുന്നു. അത് ആൾ കളഞ്ഞിട്ടിങ്ങ് കൊണ്ടുവന്ന് ഇനിയും ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, വാച്ച്മാനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടിക്കാനായിട്ട് ഞാൻ വെള്ളം നാട്ടിൽ നിന്ന് കൊണ്ട് ദാഹശമിനിയൊക്കെ ഇട്ട് വെള്ളം കുടിക്കാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് വലുതായിട്ട് കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട. ഇന്നലത്തെ മീൻകറിയുണ്ട്, രസമുണ്ട്. അപ്പോൾ ഇന്നൊരു ജസ്റ്റ് ഒരു ഉരുളൻകിഴങ്ങ് തോരൻ വെക്കുക. അപ്പോൾ ഞാൻ ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞ് കഴുകി വാരിയെടുത്ത് നമ്മുടെ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ആവി വന്നതിന് ശേഷം പിന്നെ ഞാൻ ചെറിയ തീയിലിട്ട് ലാസ്റ്റിൽ വേണേൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ തോരനും റെഡി ആയതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണമായിരുന്നു. പാത്രങ്ങൾ ഒരു നേരമല്ല നമുക്ക് കഴുകാനുള്ള, നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം അറിയാം. പാത്രങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി മീനും നമ്മുടെ ഉരുളൻകിഴങ്ങ് തോരനും എടുത്തുള്ളൂ. രസം ഞാൻ ചോറിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിക്കാറില്ല, അത് ഗ്ലാസ്സിലെടുത്തിട്ട് ഇങ്ങനെ ഇച്ചിരിച്ച കുടിക്കും. അതുകൊണ്ട് വൈകുന്നേരമാണ് ഇച്ചിരി മസാല പുരട്ടി വെച്ചിരുന്ന് കുഞ്ഞ് അയലയുണ്ടായിരുന്നു, അതൊന്ന് വറക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തലയോടുകൂടിയാണ് ഞാൻ വറക്കുന്നത്. അവർക്ക് കൊടുക്കാൻ നേരം ഈ തല ഞാനിങ്ങനെ മുറിച്ചെടുക്കും, ഞാനതെടുത്ത് കഴിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജയ്സ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.